2004 നവംബർ 15 ഡെൽമർ, ന്യൂയോർക്ക്. 52 വയസ്സുള്ള പീറ്റർ പോർക്കോയും അയാളുടെ ഭാര്യ ജോൺ പോർക്കോയും രാത്രിയിൽ അവരുടെ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. ഇതേ സമയം അവരുടെ വീടിനുള്ളിൽ ഒരാൾ അതിക്രമിച്ചു കയറി. അതിനുശേഷം അയാൾ ജോൺ പോർക്കോയും പീറ്റർ പോർക്കോയും ഉറങ്ങിക്കിടന്നിരുന്ന അവരുടെ ബെഡ്റൂമിലെത്തി. ഒട്ടും സമയം കളയാതെ നല്ല ഉറക്കത്തിലായിരുന്ന പീറ്ററിനെ ഒരു കോടാലി കൊണ്ട് 16 തവണയും അടുത്ത് കിടന്നിരുന്ന ജോണിനെ 3 തവണയും വെട്ടിയിട്ട് അയാൾ അവിടുന്ന് പോയി. എല്ലാ ദിവസവും മുടങ്ങാതെ ജോലിക്ക് പോകുന്ന പീറ്റർ അന്ന് ജോലിക്കെത്താതാവുകയും കോൾ ചെയ്തിട്ട് റെസ്പോൺസ് ഇല്ലാത്തതിനെ തുടർന്ന് ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ചെക്ക് ചെയ്യാനെന്ന് പറഞ്ഞ് ഓഫീസിലുള്ളവർ പോലീസിനെ വിവരമറിയിച്ചു. അങ്ങനെ ഒരു പോലീസ് ഓഫീസർ പീറ്ററിന്റെ വീട്ടിലെത്തി. വീടിന്റെ ഫ്രണ്ട് ഡോർ ഒരൽപ്പം തുറന്നു കിടക്കുകയാണ്. അങ്ങനെ വീടിനകത്തേക്ക് കയറിയ പോലീസ് ഓഫീസർ കണ്ടത് ഹാൾവേയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പീറ്ററിന്റെ ഡെഡ് ബോഡിയാണ്. അതിനുശേഷം രക്തത്തുള്ളികൾ ഫോളോ ചെയ്ത് മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിലെത്തിയ ഓഫീസർ കണ്ടത് ബെഡിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ജോണിനെയാണ്. മാത്രമല്ല, കൊലയാളി ഉപയോഗിച്ച കോടാലിയും അവിടെ തന്നെ ഉണ്ട്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചത്. ജോൺ മരിച്ചിട്ടില്ല. അത് കണ്ട് ഷോക്കായ ഓഫീസർ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുൻപ് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളാണ് ഈ കേസ് സോൾവ് ചെയ്യാൻ കാരണമായത്. സോ പോലീസ് ജോണിനോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു? മാത്രമല്ല, 16 തവണ കോടാലി കൊണ്ട് വെട്ടേറ്റ പീറ്റർ എങ്ങനെയാണ് താഴത്തെ നിലയിൽ ഹാൾവേയിൽ എത്തിയത്? ആരായിരുന്നു ആ കൊലയാളി? ഇതെല്ലാം ഈ വീഡിയോയിലൂടെ അറിയാം. Welcome to the Haunted Web. 52 വയസ്സുള്ള ലോയറായ പീറ്റർ പോർക്കോയും അദ്ദേഹത്തിന്റെ ഭാര്യ ജോൺ പോർക്കോയും വിവാഹിതരായി 30 വർഷമായി ന്യൂയോർക്കിലെ ഡെൽമറിലാണ് താമസിച്ചിരുന്നത്. ഇവർക്ക് 2 ആൺകുട്ടികളാണ് ഉള്ളത്. 23 വയസ്സുള്ള മൂത്ത മകൻ ജോനാഥൻ US നേവിയിൽ വർക്ക് ചെയ്യുകയും 21 വയസ്സുള്ള ഇളയ മകൻ ക്രിസ്റ്റഫർ കോളേജ് സ്റ്റുഡന്റുമാണ്. മൂത്ത മകൻ ജോനാഥൻ അവരുടെ വീട്ടിൽ നിന്നും 13 മണിക്കൂർ നേരം ഡിസ്റ്റൻസിലും ഇളയ മകൻ ക്രിസ്റ്റഫർ അവരുടെ വീട്ടിൽ നിന്നും 3 മണിക്കൂർ നേരം ഡിസ്റ്റൻസിലുമാണ്. സോ അവരുടെ വീട്ടിൽ എപ്പോഴും പീറ്റർ പോർക്കോയും ജോൺ പോർക്കോയും മാത്രമാണ് ഉണ്ടാവുക. അങ്ങനെ ഇരിക്കെയാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ സംഭവങ്ങൾ അരങ്ങേറുന്നത്. സോ ഇപ്പോ നമുക്കൊരു ഡൗട്ട് വരും. 3 തവണ കോടാലിയാൽ വെട്ടേറ്റ ജോൺ ബെഡിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 16 തവണ വെട്ടേറ്റ പീറ്റർ താഴെ ഹാൾവേയിൽ എങ്ങനെയാണ് എത്തിയത്? സോ ഇതിനുള്ള കാരണം മെഡിക്കൽ ടീം കണ്ടെത്തിയിരുന്നു. അറ്റാക്കിന് ശേഷം ജോണിന് ജീവനുണ്ടായിരുന്ന പോലെ പീറ്ററിനും അല്പനേരം കഴിഞ്ഞ് ബോധം വീണു. നിയോ കോർട്ടെക്സ് എന്ന ബ്രെയിൻ പാർട്ടാണ് ഒരു മനുഷ്യന്റെ ശ്രദ്ധ, ചിന്ത, കാഴ്ചപ്പാട് എന്നിവയെ നിയന്ത്രിക്കുന്നത്. സോ പീറ്ററിന്റെ നിയോ കോർട്ടെക്സ് ഡാമേജ് ആയിരുന്നെങ്കിലും അതിനു താഴെയുള്ള പേലിയോ കോർട്ടെക്സ് അപ്പോഴും ആക്റ്റീവ് ആയിരുന്നു. ഫീലിംഗ്സ്, ഹാബിറ്റ്സ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് പേലിയോ കോർട്ടെക്സ് എന്ന ബ്രെയിൻ പാർട്ടാണ്. സോ ബോധം വീണ പീറ്റർ എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി. മറ്റൊന്നും അയാൾക്ക് ഓർമ്മയില്ല. തനിക്ക് വെട്ടേറ്റതും രക്തം വരുന്നതും തന്റെ ഭാര്യ വെട്ടേറ്റ് കിടക്കുന്നതും ഒന്നും തന്നെ അയാൾക്ക് ഓർമ്മയില്ല. ഒരു സോംബിയെ പോലെ നടന്ന് ബാത്റൂമിൽ പോയതുകൊണ്ട് അവിടെ മുഴുവൻ രക്തം വീണിരുന്നു. അതിനുശേഷം ഷേവ് ചെയ്തപ്പോൾ അവിടെയും രക്തം വീണെന്ന് മാത്രമല്ല, കിച്ചണിൽ പോയി കോഫി ഇട്ടപ്പോൾ അവിടെയും രക്തം ഒഴുകി. അവിടുന്ന് വന്ന് മെയിൻ ഡോർ തുറന്ന് ന്യൂസ് പേപ്പർ എടുത്തതുകൊണ്ടാണ് മെയിൻ ഡോറിനടുത്തും രക്തക്കറ ഉണ്ടായത്. സോ അദ്ദേഹം എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്തിരുന്ന ഈ ഡെയിലി റൂട്ടീൻസ് അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ സ്റ്റോർഡ് ആയിരുന്നു. തനിക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് പോലും അറിയാതെ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നതിനിടയിൽ ശരീരത്തിലെ രക്തം മുഴുവൻ വാർന്നുപോയാണ് പീറ്റർ ഹാൾവേയിൽ മരിച്ചു വീണത്. സോ പീറ്ററിന്റെ ഡെഡ് ബോഡി കണ്ട ശേഷം പോലീസ് ഓഫീസർ മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിലെത്തിയപ്പോൾ ജോൺ ചലനമില്ലാതെ കിടക്കുകയാണ്. അവരുടെ മുഖം ചതഞ്ഞ് ഒരു കണ്ണും പുറത്തു വന്നിരുന്നു. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അവിടെ സംഭവിച്ചത്. ജോൺ ആ പോലീസ് ഓഫീസറിനെ നോക്കി ഇങ്ങ് അടുത്തു വരൂ എന്ന രീതിയിൽ കൈയനക്കി. ഗുരുതരമായി വെട്ടേറ്റ ജോൺ ഇനി എത്ര നേരം ജീവനോടെ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. ഹോസ്പിറ്റലിൽ എത്തിച്ച ശേഷം ജോൺ മരണപ്പെടുകയാണെങ്കിൽ പിന്നീട് ചോദ്യം ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിച്ച പോലീസ് ഓഫീസർ ക്രൈം സീനിൽ വെച്ച് തന്നെ ജോണിനോട് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾ ഇതാണ്: ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജോണിന് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കേൾക്കാം യെസ് എന്നുള്ള രീതിയിൽ ജോൺ തലയാട്ടി. അതിനുശേഷം ഇത് ചെയ്തതാരാണെന്ന് നിങ്ങൾ അറിയാമോ എന്ന ചോദ്യത്തിന് യെസ് എന്നുള്ള രീതിയിൽ ജോൺ തലയാട്ടി. ക്രൈം സീൻ ഒബ്സർവ് ചെയ്ത ഓഫീസർ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലുമാണോ ഇത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അതെ എന്നുള്ള രീതിയിൽ വീണ്ടും ജോൺ തലയാട്ടി. അടുത്ത ചോദ്യമായി ഓഫീസർ ചോദിച്ചത് അത് നിങ്ങളുടെ മൂത്ത മകൻ ജോനാഥനാണോ എന്നായിരുന്നു. ആ ചോദ്യത്തിന് അല്ല എന്നുള്ള രീതിയിൽ ജോൺ തലയാട്ടി. അങ്ങനെ ഓഫീസർ അത് നിങ്ങളുടെ ഇളയ മകൻ ക്രിസ്റ്റഫർ ആണോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് ജോൺ തലയാട്ടി.
ക്രിസ്റ്റഫർ ആണോ ഇത് ചെയ്തതെന്ന് വീണ്ടും ഓഫീസർ ചോദിച്ചപ്പോൾ അതെയെന്ന് വീണ്ടും ജോൺ തലയാട്ടി. ഇത് നോട്ട് ചെയ്ത ഓഫീസർ ജോണിനെ ഹോസ്പിറ്റലിലേക്ക് അയച്ചു. മാത്രമല്ല അദ്ദേഹം വിചാരിച്ച പോലെ തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് ജോൺ കോമ സ്റ്റേജിലായി. പോലീസ് ഈ വിവരം ജോനാഥനെയും ക്രിസ്റ്റഫറിനെയും അറിയിക്കുന്നതിന് മുൻപ് തന്നെ അവർ രണ്ടുപേരും പോലീസിനെ കോൾ ചെയ്ത് കാര്യം തിരക്കി. ഈ കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞെന്ന് പോലീസ് ചോദിച്ചപ്പോൾ ഞങ്ങൾ ന്യൂസിൽ കണ്ടതാണെന്നായിരുന്നു അവരുടെ മറുപടി. എന്നാൽ ക്രിസ്റ്റഫറിനെ സസ്പെക്ട് ലിസ്റ്റിൽ വെച്ച പോലീസ് അയാളെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഓൾറെഡി ഒരുപാട് കുറ്റങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കിയത്. ക്രിസ്റ്റഫർ തന്റെ പിതാവായ പീറ്റർ അറിയാതെ വീട്ടിൽ നിന്നും ഡോക്യുമെന്റ്സ് അടിച്ചുമാറ്റി പീറ്ററിനെ പോലെ വ്യാജ കയ്യൊപ്പിട്ട് തന്റെ ട്യൂഷൻ ഫീ അടയ്ക്കാനാണെന്ന രീതിയിൽ ഒരുപാട് ലോണുകൾ എടുത്തിരുന്നു. ആ ലോൺ എമൗണ്ട് കൊണ്ട് ഒരു യെല്ലോ കളർ ജീപ്പും വാങ്ങി. ഈ കാര്യം പറഞ്ഞ പീറ്റർ ക്രിസ്റ്റഫറിനെ കോൾ ചെയ്തപ്പോൾ എടുക്കാത്തതിനെ തുടർന്ന് പീറ്റർ ക്രിസ്റ്റഫറിനെ ഒരു മെയിൽ അയച്ചു. നിന്റെ ഈ പ്രവൃത്തികൾ എന്നെ ഡിസപ്പോയിന്റഡ് ആക്കിയെന്നും ഓൾറെഡി നീ ഒരുപാട് തെറ്റുകൾ ചെയ്തു, ഇത് നിന്റെ ലാസ്റ്റ് ചാൻസ് ആണ്, ഇനി ഇത് ആവർത്തിച്ചാൽ കംപ്ലൈന്റ് കൊടുക്കുമെന്നായിരുന്നു ആ മെയിലിന്റെ ഉള്ളടക്കം. ഡിസപ്പോയിന്റഡ് ആണെങ്കിലും ഞാനും നിന്റെ അമ്മയും നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിന്റെ ഫ്യൂച്ചറിനെ പറ്റി ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, ലവ് യു എന്നും പീറ്റർ മെയിൽ അയച്ചിരുന്നു. പീറ്റർ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ക്രിസ്റ്റഫറിന് മെയിൽ അയക്കാനുള്ള കാരണം ക്രിസ്റ്റഫർ ക്യാമറയും ലാപ്ടോപ്പും ഒക്കെ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചുമാറ്റി ഈബേയിൽ വിറ്റതുകൊണ്ടാണ്. സോ ഇതെല്ലാം മനസ്സിലാക്കിയ പോലീസ് ക്രിസ്റ്റഫറിനെ മെയിൻ സസ്പെക്റ്റായി കണ്ടപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ് സംഭവിച്ചത്. ഹോസ്പിറ്റലിൽ കോമ സ്റ്റേജിലായിരുന്ന ജോണിന് ബോധം വീണു. മുഖത്ത് ഒരു വലിയ സർജറി ചെയ്ത് റിക്കവറായ ജോൺ പോലീസിന് ഒരു മൊഴി നൽകി. സംഭവ ദിവസം പോലീസ് എന്നോട് ചോദിച്ച ഒരു ചോദ്യവും എനിക്ക് ഓർമ്മയില്ല, അതിന് ഞാൻ യെസ് എന്നും നോ എന്നും പറഞ്ഞ് തലയാട്ടിയതും എനിക്ക് ഓർമ്മയില്ല, ആ ദിവസം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല എന്നായിരുന്നു ജോൺ മൊഴി നൽകിയത്. സോ ഇപ്പോൾ പോലീസിന്റെ കയ്യിലുണ്ടായിരുന്ന പ്രധാന തെളിവാണ് വീക്കായത്. ഇതേ സമയം ക്രിസ്റ്റഫർ ഞാനാണ് കൊലയാളിയെങ്കിൽ എന്റെ DNA സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്യൂ, എന്റെ ബോഡിയിൽ എന്തെങ്കിലും മുറിവുകളുണ്ടോ, ഞാനാണ് കൊലയാളി എന്ന് തെളിയിക്കുന്ന ഒരു ചെറിയ തെളിവെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ച് ക്രിസ്റ്റഫർ പോലീസിനെ വെല്ലുവിളിച്ചു. പോലീസ് ക്രിസ്റ്റഫറിന്റെ ജീപ്പും തുണിയും വാങ്ങി പരിശോധിച്ചെങ്കിലും അതിലൊന്നും തന്നെ ബ്ലഡ് ഉണ്ടായിരുന്നതിന്റെ യാതൊരു എവിഡൻസും ഇല്ല. മാത്രമല്ല കൊല ചെയ്യാൻ ഉപയോഗിച്ച കോടാലിയിൽ ആരുടെയും ഫിംഗർ പ്രിന്റും ഇല്ല. സോ ക്രിസ്റ്റഫർ അല്ല കൊലയാളിയെങ്കിൽ പിന്നെ ആരായിരിക്കും? അതിനുശേഷം പോലീസിന്റെ ശ്രദ്ധ തിരിഞ്ഞത് പീറ്റർ പോർക്കോയുടെ അങ്കിളായ ഫ്രാങ്ക് പോർക്കോയിലേക്കാണ്. അയാളുടെ പേരിൽ ഒരുപാട് ക്രിമിനൽ കേസുകളുമുണ്ട്. ഫ്രാങ്ക് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുമാണ്. മാത്രമല്ല കൊല ചെയ്യാൻ ഉപയോഗിച്ച കോടാലിയും ഫയർമെൻ ഉപയോഗിക്കുന്ന തരം കോടാലിയാണ്. ഇതേ സമയം മറ്റു ചില കാര്യങ്ങളും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പീറ്റർ പോർക്കോയുടെയും ജോൺ പോർക്കോയുടെയും പേരിൽ $1 മില്യൺ ഇൻഷുറൻസ് ഉണ്ട്. സോ കൊല നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ക്രിസ്റ്റഫർ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറിനെ കണ്ട് തനിക്ക് ഫാമിലിയിൽ നിന്നും കുറച്ച് ദിവസത്തിനകം $1 മില്യൺ പണം കിട്ടുമെന്നും അത് ഞാൻ എന്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും അഡ്വൈസ് ചോദിച്ചിരുന്നു. സോ ഈ കാര്യം അറിഞ്ഞപ്പോൾ പോലീസ് കണ്ണുകൾ വീണ്ടും ക്രിസ്റ്റഫറിലേക്ക് തന്നെ തിരിഞ്ഞു. കൊല നടന്ന ദിവസം പീറ്ററിന്റെ വീട്ടിലെ സെക്യൂരിറ്റി അലാം മാസ്റ്റർ കോഡ് എൻ്റർ ചെയ്ത് ഡീആക്ടിവേറ്റ് ചെയ്തിരുന്നു. ഈ കോഡ് അറിയാവുന്നത് ആ വീട്ടിലുള്ളവർക്ക് മാത്രമാണ്. മാത്രമല്ല വീട്ടിലെ ഫോൺ വയറും പുറത്തുനിന്ന് കട്ട് ചെയ്തിരുന്നു. സോ പോലീസ് ക്രിസ്റ്റഫറിനെ ചോദ്യം ചെയ്തപ്പോൾ കൊല നടന്ന ദിവസം താൻ ഹോസ്റ്റൽ റൂമിലാണെന്നായിരുന്നു ക്രിസ്റ്റഫർ പറഞ്ഞത്. സോ ക്രിസ്റ്റഫറിന്റെ വീടിനും കോളേജിനും ഇടയിലുള്ള എല്ലാ മേജർ ഹൈവേയിലെയും CCTV ക്യാമറകൾ പോലീസ് ചെക്ക് ചെയ്തു. കൊല നടന്ന ദിവസം രാത്രി 10:30 ക്രിസ്റ്റഫറിന്റെ യെല്ലോ ജീപ്പ് കോളേജിന് പുറത്തു പോകുന്നത് CCTVയിൽ റെക്കോർഡായിട്ടുണ്ട്. പീറ്ററിന്റെ വീട്ടിലെ സെക്യൂരിറ്റി അലാം ഡീആക്ടിവേറ്റ് ചെയ്തത് 2:14 ഫോൺ ഡിസ്കണക്ട് ആയത് 4:15. അതിനുശേഷം രാവിലെ 8:30 ക്രിസ്റ്റഫറിന്റെ യെല്ലോ ജീപ്പ് കോളേജിലേക്ക് കയറുന്നതും CCTV ക്യാമറയിൽ റെക്കോർഡായിട്ടുണ്ട്. CCTVയിൽ ജീപ്പിന്റെ നമ്പർ പ്ലേറ്റ് കൃത്യമായി റെക്കോർഡായില്ലെങ്കിലും CCTVയിലുള്ള യെല്ലോ ജീപ്പിലെ എക്സ്ട്രാ ഫിറ്റിംഗ്സും സ്റ്റിക്കേഴ്സും ക്രിസ്റ്റഫറിന്റെ ജീപ്പുമായി പെർഫെക്റ്റ് മാച്ച് ആയിരുന്നു. മാത്രമല്ല 2 ടോൾ ബൂത്ത് ജീവനക്കാരും അന്ന് രാത്രിയിൽ ക്രിസ്റ്റഫറിന്റെ യെല്ലോ ജീപ്പ് ശ്രദ്ധിച്ചിരുന്നു. ഇതിനെല്ലാം പുറമെ സംഭവ ദിവസം വെളുപ്പിനെ 4 മണിക്ക് പീറ്ററിന്റെ വീട്ടിലേക്കുള്ള നടവഴിയിൽ ഒരു യെല്ലോ ജീപ്പ് കിടക്കുന്നത് കണ്ടെന്ന് പീറ്ററിന്റെ അയൽക്കാരനും സാക്ഷിമൊഴി നൽകി. സോ ഇത്രയും തെളിവുകൾ കൂട്ടിച്ചേർത്ത് വായിച്ചപ്പോൾ ക്രിസ്റ്റഫർ രാത്രി 10:30 ആ ക്യാമ്പസിന് പുറത്തു വന്ന് തന്റെ വീട്ടിലെത്തി കൊല ചെയ്തിട്ട് വെളുപ്പിനെ 8:30 തിരിച്ച് കോളേജിലെത്തിയതാണെന്ന് പോലീസ് ഉറപ്പിച്ചു. എന്നാൽ തന്റെ മകൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് ജോൺ ക്രിസ്റ്റഫറിനെ പരമാവധി സപ്പോർട്ട് ചെയ്തെങ്കിലും 1 വർഷത്തിന് ശേഷം കോടതി ക്രിസ്റ്റഫറിന് 50 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ക്രിസ്റ്റഫർ ഒരു വെറ്ററിനറി ഡോക്ടറിന്റെ അടുത്ത് പാർട്ട് ടൈമായി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്ലഡ് സ്റ്റെയിൻ എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് ക്രിസ്റ്റഫർ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാകാം ക്രിസ്റ്റഫറിന്റെ ജീപ്പിലും വസ്ത്രത്തിലും രക്തക്കറ ഉണ്ടാകാതിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. സോ ഈ കേസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.